ഈ ജാഥയുടെ ക്യാപ്റ്റൻ കേരള രാഷ്ട്രീയത്തിലെ അതികായനായ നമ്മളുടെ പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മളുടെ പ്രിയപ്പെട്ട കേരള രാഷ്ട്രീയത്തിലെ തലമുതിർന്ന നേതാവ് ശ്രീ KM മാണി അവർകൾ, ബഹുമാന്യനായ ശ്രീ മജീദ് സാഹിബ്, സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകൾ, നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ വഹാബ് അവർകൾ, ശ്രീ PK ബാബ, ശ്രീ ജയരാജ്, സ്നേഹമുള്ള ശ്രീ ഷാജി MLA, ശ്രീ മറ്റ് വേദിയിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും സഹോദരരായ സഹപ്രവർത്തകരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നതേയില്ല. ഇത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സംഗമ ഭൂമിയായി ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജാഥ 14ാമത്തെ ദിവസത്തിലാണ് ഈ അക്ഷരനഗരിയിൽ വന്നെത്തുന്നത്. ഈ അക്ഷരനഗരിയിലെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ ജാഥയിൽ പങ്കെടുത്ത് ഇവിടെ വന്നെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ എൻ്റെ നിറഞ്ഞ ഹൃദയത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ ജാഥ തിരുവനന്തപുരത്തേക്ക് നിങ്ങൾ പോവുകയാണ്. ഇവിടെ നിന്ന് യാത്ര തിരിച്ച് ആലപ്പുഴയിലും പത്തനംതിട്ടയിലും കൊല്ലത്തും എത്തിയാൽ ജാഥയുടെ ലക്ഷ്യസ്ഥാനമായ തിരുവനന്തപുരത്തായിരിക്കും. ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതോടുകൂടി നിശ്ചയമായും കേരള രാഷ്ട്രീയത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടാകും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മാണി സാർ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതുകൊണ്ട് ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ശരിയല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, എവിടെ പ്രയാസങ്ങളുണ്ടോ, എവിടെ ബുദ്ധിമുട്ടുകളുണ്ടോ, എവിടെ നമുക്കൊരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള പ്രതിവിധി തേടണോ, അവിടെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തിരയുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയാണ് എന്നുള്ളത് നമുക്ക് നിസ്സർഗം പറയാൻ കഴിയുന്ന കാര്യമാണ്. നല്ല ഏകോപനത്തോടു കൂടി പോകുന്ന സമന്വയത്തിൻ്റെ മുദ്രാവാക്യം മുഴക്കി കാസർഗോഡ് നിന്ന് ജാഥ ആരംഭിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ സമന്വയത്തിൻ്റെ ഒരു ശുഭ പതാക ഉയർത്തിയ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹം നയിക്കുന്ന ഈ ജാഥ നിശ്ചയമായും ആ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ അതിന് മാറ്റമുണ്ടാകും എന്നെനിക്കറിയാം. കേരള രാഷ്ട്രീയം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അതികഠിനമായ മാർഗത്തിലൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ കേരള ജനത, പ്രത്യേകിച്ച് അക്ഷര വിദ്യാഭ്യാസമുള്ള കേരള ജനത ഒരിക്കലും അത് ഉൾക്കൊള്ളില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 10 കൊല്ലം കൂടുമ്പോൾ പലപ്പോഴും ഒരു കേസ് കൊണ്ടുവന്ന് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് 97 മുതൽ കേരള രാഷ്ട്രീയത്തിലുള്ള ആളുകൾ കാണുകയാണ്. ആ പശ്ചാത്തലം നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്നെനിക്കറിയാം. മാണി സാർ പറഞ്ഞു നിർത്തിയിടത്തുനിന്ന് ഒരു റൈഡർ ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാറൽ മാർക്സിൻ്റെയും ലെനിൻ്റെയും പടം മാറ്റി സരിത ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷക എന്നുള്ള നിലയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി മാറിയതിൽ ഞങ്ങൾക്ക് ദുഃഖം തോന്നുകയാണ്. ഒരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർ രാഷ്ട്രീയ അംഗക്കളരിയിൽ ഇറങ്ങി ജനങ്ങളെ പ്രശ്നങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിന് ശ്രമിക്കുന്നതിന് പകരം ഈ രംഗത്ത് മദ്യവും മദിരാക്ഷിയെയും കൊണ്ടുവന്ന് കേരള രാഷ്ട്രീയത്തെ കലക്കാമെന്ന് തീരുമാനിച്ചാൽ ഈ നല്ല കേരളം ഒരിക്കലും അത് അംഗീകരിക്കില്ല, അത് തിരസ്കരിക്കുമെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് തെളിഞ്ഞ നീരിലൂടെ യാത്ര ചെയ്യണം. നമുക്ക് നല്ല മാർഗത്തിലൂടെ മുന്നോട്ട് പോകണം. പുതിയൊരു തലമുറയ്ക്ക് ആ മാർഗം തെളിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ എന്നെനിക്കറിയാം. ഇന്നിവിടെ നടക്കുന്ന നമ്മളുടെ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകൾ കേരള ജനതയുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നാളത്തെ കേരളം എങ്ങോട്ട് പോകണം എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. നാളത്തെ കേരളം പോകേണ്ടത് നമ്മളുടെ പട്ടിണി പാവങ്ങളായ സാധുക്കൾ, ഈ നാട് പുരോഗമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാർ, ഈ നാടിന് വേണ്ടി അത്യധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ജനാധിപത്യ വിശ്വാസികൾ, അവർക്കെല്ലാവർക്കും നാളത്തെ കേരളം കെട്ടിപ്പടുക്കുന്നതിലാണ് താല്പര്യം. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ അവർ നിൽക്കുകയാണ്. ആ നാളത്തെ കേരളത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ആ നാളത്തെ തലമുറ ഏത് മാർഗത്തിലൂടെ പോകണമെന്നതിനെ കുറിച്ച് സമഗ്രമായി ആലോചിച്ചുകൊണ്ട് അതാണ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമെന്ന് എനിക്കറിയാം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭരണാധികാരി എന്നുള്ള നിലയിൽ കേരളം കണ്ടതിലെ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രിയാണ് എന്നുള്ള സത്യം നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പം നല്ല മാർഗത്തിലൂടെ
നല്ല രൂപത്തിൽ ഈ കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പരിശ്രമത്തെ അതിലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ജാഥയ്ക്ക് കഴിയുമെന്ന് എനിക്കറിയാം. അതുണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കേരള ജനത ഒരുമിച്ച് ഉണർന്നെഴുന്നേറ്റ് കേരള ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുവാനുള്ള ഈ സന്നിഗ്ധ ഘട്ടത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണമെന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് 2016 മെയ് മാസത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മേളിൽ തൊട്ടടുത്ത് നമ്മൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ പതാകയും വീറും വാശിയും എല്ലാ ശക്തിയും അവിടെ അറിയിച്ചുകൊണ്ട് കേരള ജനത നമ്മളെ വീണ്ടും ഭരണ തുടർച്ചയിലേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഭാവുകം നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.